എല്ലാവർക്കും നമസ്കാരം. +2 എക്കണോമിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈക്രോ എക്കണോമിക്സിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ദ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സമ്പൂർണ്ണ കിടമത്സരത്തിലെ സിദ്ധാന്തം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമുള്ള മറ്റൊരു ഭാഗമാണ് സപ്ലൈ എന്ന് പറയുന്ന അഥവാ പ്രധാനം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ഭാഗത്ത് പറഞ്ഞിരുന്നു, സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ ഡിമാൻഡിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സപ്ലൈ അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഡിമാൻഡിൻ്റെ കർവ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഡിമാൻഡിൻ്റെ കർവ് വരയ്ക്കുക? ഡിമാൻഡിൻ്റെ കർവ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഡിമാൻഡിൻ്റെ കർവ് വരയ്ക്കുക. അപ്പോൾ ഇനി സപ്ലൈ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. ഒരു മാർക്കറ്റിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളിലെ അളവിനെയാണെന്ന് പറയാം സപ്ലൈ എന്ന് പറയാം. അപ്പോൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഒരു ദ ലോ ഓഫ് ഡിമാൻഡ് ദ ലോ ഓഫ് സപ്ലൈ പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ അളവിനെയാണ് എന്ത് പറയുക, സപ്ലൈ എന്ന് പറയാം. ദ ലോ ഓഫ് സപ്ലൈ എന്തായിരിക്കും? ദ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈസ് കൂടുന്ന സമയത്ത് ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടുന്നു എന്നുള്ളതായിരുന്നു ദ ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞത്. ദ ലോ ഓഫ് സപ്ലൈ എന്തായിരിക്കും? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുന്നു, പ്രൈസ് കുറയുന്ന സമയത്ത് സപ്ലൈ കുറയുന്നു. അഥവാ ഡിമാൻഡിൻ്റെ ലോ പറയുന്ന സമയത്ത് നെഗറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ക്വാണ്ടിറ്റി ആയിരുന്നു. എന്നാൽ നേരത്തെ സപ്ലൈ പറയുന്ന സമയത്ത് പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ ആയിരിക്കും. അഥവാ പ്രൈസ് എത്രയാണോ കൂടുന്നത് അത് തന്നെ ആയിരിക്കും. പ്രൈസ് കൂടുന്തോറും എന്ത് ചെയ്യും, സപ്ലൈ എന്ത് ചെയ്യും, കൂടുന്നു. പ്രൈസ് എപ്പോഴാണ് കുറയുന്നത്, അപ്പോൾ എന്ത് ചെയ്യും, സപ്ലൈ കുറയുന്നു. ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒന്നുകൂടി ഒരു വിഷയം കൂടി മനസ്സിലാക്കണം. ഡിമാൻഡ് എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടുള്ളതാണ്? കൺസ്യൂമേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ സപ്ലൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൊഡ്യൂസറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ഞാനൊരു മാർക്കറ്റ് നടത്തുകയാണ്, അതൊരു ചെറിയൊരു കോഴി കച്ചവടം നടത്തണം. ആ കോഴി കച്ചവടം നടത്തുന്ന സമയത്ത് ഇപ്പോൾ നോമ്പൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് കോഴിക്ക് വില കൂടുന്ന സമയത്ത്, അപ്പോൾ 50 രൂപക്കാണ്, ഉദാഹരണത്തിന് 100 രൂപക്കാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ കോയിനെ ഇറക്കിയിട്ടുള്ളത്. ഇറക്കിയത് 100 രൂപയാണ്. പിറ്റേ ദിവസം എന്ത് ചെയ്തു, അത് 150 രൂപയായിട്ട് വർദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാനെന്ന് പറയുന്ന ഒരു കോഴി കച്ചവടം നടത്തുന്ന ഒരാളെന്ന നിലക്ക് ഞാൻ എന്താ ചെയ്യുക, കൂടുതലായിട്ട് സാധനങ്ങൾ വിൽക്കല്ലേ ചെയ്യുക, സ്വാഭാവികം. അപ്പോൾ എന്ത് ചെയ്തു, വില കൂടി, സാധനത്തിൻ്റെ സപ്ലൈ എന്ത് ചെയ്യും, കൂടും. ആളുകൾ എന്ത് ചെയ്യും, കെട്ടിക്കണക്കിന് എന്ത് ചെയ്യും, വിൽക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ പ്രോഫിറ്റ് എനിക്ക് കിട്ടും. നേരെ തിരിച്ച് 100 രൂപക്കാണ് കോയിനെ വാങ്ങിയത്. ഇപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ വില എന്തായി, 90 രൂപയായിട്ട് കുറഞ്ഞു. സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യും, പൂത്തി വെക്കും, ഇവിടെ സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട് മടക്കി വിടും. അങ്ങനെയല്ലേ സ്വാഭാവികമാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തു, പ്രൈസ് കുറഞ്ഞു, സപ്ലൈ എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പോൾ അതാണ് സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പ്രൈസ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സാധനങ്ങൾ ആളുകൾ വിറ്റുകൊണ്ടേയിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു ലോ ആണ്, എന്താ ലോ ഓഫ് സപ്ലൈ ആണ്. അപ്പോൾ സപ്ലൈയുടെ കർവ് എന്താണ്, നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ ആയിരിക്കും വരക്കുക. അപ്പോൾ സപ്ലൈയുടെ കർവും വരച്ചു, ഡിമാൻഡിൻ്റെ കർവും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി പ്രധാനമായിട്ടും എക്സാമിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ ലോ ഓഫ് ഡിമാൻഡ് ചോദിക്കുന്നുണ്ടെങ്കിൽ ദ ലോ ഓഫ് സപ്ലൈ ചോദിക്കില്ല, 100% ഉറപ്പ്. നേരെ തിരിച്ച് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, പിന്നെ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടാക്സ് എന്നൊക്കെ പറയുന്ന 4 അത് ഇനി ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ പോലെ തന്നെ സപ്ലൈ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. അതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഏത് സപ്ലൈൻ്റെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ എന്താണെന്നുള്ളത് 5 ഡിഗ്രികളുണ്ട്. പെർഫെക്റ്റ് ഇലാസ്റ്റിക് സപ്ലൈ, പെർഫെക്റ്റ് ഇൻ ഇലാസ്റ്റിക് സപ്ലൈ, യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ, ഇലാസ്റ്റിക് സപ്ലൈ, ഇൻ ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്ന അതേ അളവുകൾ നമ്മൾ ഡിമാൻഡിന് കൊടുത്ത അതേ അളവുകൾ തന്നെയാണ്, അതേ ഡെഫിനിഷൻ തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ബാക്കിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഡിമാൻഡ് എന്നുള്ളത് സപ്ലൈ ആക്കി കൊടുക്കുക. അത് മാത്രമേ ഇത് പറയാൻ കാരണം, രണ്ടും ഏകദേശം സെയിം ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചില പേരുകളിലും ചില നിയമങ്ങളിലും മാത്രമേ വ്യത്യാസമുള്ളൂ. അത് വലിയൊരു വ്യത്യാസം തന്നെയാണെങ്കിൽ പോലും നമുക്ക് പഠിക്കാൻ സുഖകരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ
അടുത്തത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ മെത്തേഡുകൾ, അതിൻ്റെ മെഷർമെൻറ്റുകളൊക്കെ പറയുന്ന സമയത്ത് അതേ മെഷർമെൻറ്റുകൾ തന്നെയാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ഡിവൈഡ് ബൈ ക്യൂ ആണ് നമ്മൾ കണ്ടിരുന്നത്. ഇതേ ഇക്വേഷൻ ഉപയോഗപ്പെടുത്തിയിട്ടാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈയും കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് തരാം, എന്ത് ചെയ്യുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സപ്ലൈയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒരു മാർക്കറ്റിൽ സപ്ലൈയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് പ്രൈസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ദ ലോ ഓഫ് സപ്ലൈ ആണ് നമ്മൾ പറയേണ്ടത്. പ്രൈസ് കൂടുന്ന സമയത്ത് സപ്ലൈ കുറയുന്നു, പ്രൈസ് കുറയുന്ന സമയത്ത് സപ്ലൈ എന്ത് ചെയ്യുന്നു, കുറയുന്നു എന്നുള്ളതാണ് ഇത് ലോ ഓഫ് സപ്ലൈയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ടെക്നോളജി? ഒരു പ്രൊഡക്ഷൻ നടത്താൻ ഏറ്റവും കൂടുതൽ ടെക്നോളജികൾ ആവശ്യമാണ്. എന്താണ് ടെക്നോളജി എന്ന് പറയുന്നത്? ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഒരു മേശ ഉണ്ടാക്കുന്ന ആശാരിക്ക് ടെക്നോളജി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉപകരണങ്ങളാണ്, നല്ല രീതിയിലുള്ള ഉപകരണങ്ങളാണ്, കറണ്ട് ടെക്നോളജിയാണ്. അതുപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇതൊരു വീഡിയോ മുഖേനയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ടെക്നോളജി, ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് എൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് ബോർഡ് ടെക്നോളജിയാണ്, ഈ ഡസ്റ്റർ ടെക്നോളജിയാണ്, ഈ ഒരു ചോക്ക് ടെക്നോളജിയാണ്, ഈ ക്യാമറ ടെക്നോളജിയാണ്, സ്റ്റാൻഡ് ടെക്നോളജിയാണ്, മൈക്ക് ടെക്നോളജിയാണ്. അപ്പോൾ ഒരു ടെക്നോളജി എന്താണ്? ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള ടെക്നോളജി. അതെങ്ങനെയാണ് സപ്ലൈ സ്വാധീനിക്കുന്നത്? നല്ല രീതിയിലുള്ള ടെക്നോളജിയാണ് കൊടുക്കുന്നത് എങ്കിൽ MC അഥവാ നമ്മൾ നേരത്തെ പഠിച്ച മാർജിനൽ കോസ്റ്റ് എന്ത് ചെയ്യും? കുറയും. മാർജിനൽ കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സപ്ലൈ എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പോൾ ടെക്നോളജി നല്ല രീതിയിൽ ഒരു ആശാരി എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ ലോക്കലായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗപ്പെടുത്തിയിട്ടാണ് മെഷീന് എന്ത് ചെയ്യുന്നത്? ഒരു മേശ ഉണ്ടാക്കുന്നത്. അതെന്താണ്? ലോ ക്വാളിറ്റി ടെക്നോളജി ആണ് എങ്കിൽ അതിൻ്റെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാർജിനൽ കോസ്റ്റ് കൂടും. മാർജിനൽ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സപ്ലൈ എന്ത് ചെയ്യും? കുറയും. അഥവാ ഈ ഒരു വിഷയത്തിൽ മാർജിനൽ കോസ്റ്റും സപ്ലൈ എന്താണ്? നെഗറ്റീവ് റിലേഷനാണ്. ഓക്കെ, നെഗറ്റീവ് റിലേഷൻ, അത് കൂടുന്ന സമയത്ത് ഇത് കുറയും എന്ന് മാത്രം. അപ്പോൾ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ഒന്ന് ആശാരി എന്ത് ചെയ്തു? നല്ല രീതിയിൽ ടെക്നോളജി നല്ല എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്യാനും നല്ല ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മെഷീനറിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ചെലവ് കുറയും, മാർജിനൽ കോസ്റ്റ് കുറയും. മാർജിനൽ കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സപ്ലൈ കൂടും. അതാണ് ടെക്നോളജി ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത ഇൻപുട്ട് പ്രൈസ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കുന്ന പ്രവർത്തനമാണ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ ഒരു സ്ഥലത്തെ പ്രൊഡക്ഷൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കുക. ഇൻപുട്ടുകൾ എന്തൊക്കെയാണ്? ഒരു ക്ലാസ്സിൻ്റെ ഇൻപുട്ടുകൾ ഇത് പറയുന്നത് ഈ പറയപ്പെടുന്നതൊക്കെ ചോക്ക് കാര്യങ്ങളൊക്കെ എന്താണ്? ഇൻപുട്ടുകൾ തന്നെയാണ്. ക്ലാസ് ഉപയോഗിക്കാനുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ഇതൊക്കെ സെയിം തന്നെയാണെന്ന് മാത്രം. അപ്പോൾ ഇൻപുട്ടിൻ്റെ പ്രൈസ്, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആശാരിപ്പണിനെ എടുക്കുക. ആശാരിപ്പണി മേശ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യം നല്ല രീതിയിലുള്ള മരങ്ങളാണ്. നല്ല രീതിയിൽ മരമാണെങ്കിൽ അതാണ് ഇൻപുട്ട്. ആ ഇൻപുട്ടിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സപ്ലൈ എന്ത് ചെയ്യും? കുറയും. ഇൻപുട്ടിൻ്റെ അഥവാ മാർജിനൽ കോസ്റ്റ് എന്ത് ചെയ്യും? ഇൻപുട്ടിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മാർജിനൽ കോസ്റ്റ് കുറയും, സപ്ലൈ എന്ത് ചെയ്യും? കൂടും. അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഇൻപുട്ട് പ്രൈസും അതുപോലെ തന്നെ ഇൻപുട്ട് പ്രൈസിൽ ഉണ്ടായിരുന്ന ചെലവും സപ്ലൈ എന്താണ്? നെഗറ്റീവ് റിലേഷനാണ്. അപ്പോൾ അവസാനത്തെ യൂണിറ്റ് ടാക്സ്. നമ്മൾ ഏതൊരു പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്തും ഇപ്പോൾ പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ഒന്നാണ്, ഗവൺമെൻറ് ചുമത്തുന്ന ഒന്നാണ് ടാക്സ് എന്ന് പറയുന്നത്. ആ ടാക്സ് കൂടിക്കഴിഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് കൂടും, മാർജിനൽ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ സപ്ലൈ കുറയും. ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് കുറയും, മാർജിനൽ കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ എന്ത് ചെയ്യും? കൂടും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഉൽപ്പാദക സ്ഥാപനത്തിനെ സ്വാധീനിക്കുന്ന, സപ്ലൈ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അടുത്ത് എല്ലാത്തിനും ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ടാക്സ് കുറച്ചു, അല്ല ചില വസ്തുക്കൾക്കൊക്കെ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു എക്കണോമിക്സ് വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ എന്ത് ചെയ്തു? ചെലവ് കുറഞ്ഞു എന്നാണ്. മാർജിനൽ കോസ്റ്റ് കുറഞ്ഞു. മാർജിനൽ കോസ്റ്റ് കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഥവാ സ്വർണ്ണ കച്ചവടം നടത്തുന്ന ആളുകൾ എന്ത് ചെയ്യും? അതിൻ്റെ സപ്ലൈ കൂടും. സ്വാഭാവികമായിട്ടും സപ്ലൈ കൂടുന്നു മാത്രമല്ല, നമ്മൾ വാങ്ങുന്ന കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം അത് വില കുറഞ്ഞതായതുകൊണ്ട് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ പറയപ്പെടുന്ന സപ്ലൈയും ഡിമാൻഡും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുണ്ട്. ഈ ഒരു ഡെൽറ്റ ക്യൂ അത്
പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ കാണാനുള്ള ഇക്വേഷൻ ആണ് ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ഡിവൈഡ് ബൈ ക്യൂ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈയിൽ വന്ന മാറ്റം, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ പ്രൈസിൽ വന്ന മാറ്റം, യഥാർത്ഥത്തിലുള്ള പി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള പ്രൈസ്, ക്യൂ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സപ്ലൈ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ താഴെ തന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. എന്ത് ചെയ്യുക, മനസ്സിലായോ എന്നുള്ളത് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.